മുജാഹിദുകളോട് സലാം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പലതരത്തിൽ അഭിപ്രായങ്ങൾ പലതും കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതാണുള്ളത്. തൗഹീദും ശിർക്കും പറയുമ്പോൾ അങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ വെക്കുക? മുജാഹിദുകൾ എന്നൊരു വിഭാഗത്തെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കണ്ട. അങ്ങനെ ഒരു വിഭാഗം തരേണ്ടതില്ല. ബിദ്അത്തുകാരാണോ എന്ന് ചിന്തിച്ചോളി. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞ ഒരു വ്യാപകമായ വാക്കാണ്. മുഅ്തസിലത്തുണ്ടതിൽ, ഖദരിയത്തുണ്ടതിൽ, ജബരിയത്തുണ്ടതിൽ, അങ്ങനെ ഒരുപാട് കൂട്ടരുണ്ട്. അതിലെ ഒരു സംഘമായിട്ട് വളരെ വലിയ ഉലമാക്കൾ ഈ പാർട്ടികളൊക്കെ വന്ന കാലത്ത് തീരുമാനിച്ചിട്ടുള്ള രണ്ട് വിഭാഗമാണ് മുജാഹിദുകളും മൗദൂദികളും. ഒരു ബിദ്അത്തുകാരാവുന്നു എന്ന് വലിയ ഉലമാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്, വലിയ ഉലമാക്കൾ. അപ്പം അതുകൊണ്ട് ബിദ്അത്തുകാരുടെ സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ. ബിദ്അത്തുകാരോട് അവരുടെ പിഴച്ച വിശ്വാസത്തിൽ നിന്നും അകറ്റാനും അവരെ നല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു ശിക്ഷണ നടപടി എന്ന നിലയിൽ ഇസ്ലാം മതത്തിൽ ചിട്ടുണ്ട്. ആ ചിട്ടയിൽപ്പെട്ടതാണ് അവരോട് സലാം പറയാതിരുന്നു നോക്കുക, ലോഗ്യം ചെയ്യാതിരുന്നു നോക്കുക, ബന്ധപ്പെടാതിരുന്നു നോക്കുക, അത്യാവശ്യം അകറ്റാൻ വേണ്ടി നോക്കുക, അവർ വരുമ്പോൾ എഴുന്നേറ്റ് പോവുക, നമ്മൾ അവരുടെ സാഹസിലേക്ക് കണ്ട് ചെല്ലാതിരിക്കുക, അവരെ മൊത്തം വർജിക്കുക. ഇങ്ങനെ വർജിച്ചാൽ ചിലപ്പോൾ എന്താവും, എല്ലാ വിശ്വാസികളും ഇതാപ്പം നമ്മളേറ്റ് വർജിക്കുന്നു, നമ്മളേറ്റ് വിട്ടുനിൽക്കുന്നു, നമ്മളെ കണ്ട ഒറ്റ മുസ്ലിം സലാം പറയുന്നില്ല എന്നൊക്കെ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് നമ്മളപ്പം വലിയൊരു അപരാധത്തിൽ കുടുക്കിലുള്ള പെട്ടത് എന്ന് ചിന്തിച്ചിട്ട് അവർ തെറ്റിതിരുത്താൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ ശ്രമിക്കുന്ന ഉദ്ദേശത്തോടു കൂടെ ഇതാണ് സജ്ർ എന്ന് പറയുന്നത്. ഇയാളെയോ അല്ലെങ്കിൽ ഇയാളോട് ചെയ്യുന്ന പെരുമാറ്റം കണ്ട് മറ്റാരെയെങ്കിലുമോ ഇത്തരം ബിദ്അത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് അകറ്റാൻ കഴിയും എന്ന നിലക്കുള്ള പ്രതീക്ഷയിൽ ഈ ശിക്ഷണ നടപടി ഇസ്ലാമിൽ ഒരു സുന്നത്താണ്. അങ്ങനെ അകറ്റാനൊന്നും കഴിയില്ല എന്ന് കണ്ടാൽ ആ ശിക്ഷണ നടപടിക്ക് അർത്ഥമല്ല. അത് പിന്നെ എങ്ങനെ ഉപയോഗിച്ചിട്ടൊരു ശിക്ഷയാക്കാൻ പറ്റൂല. ശിക്ഷണ നടപടിയാണെന്നൊക്കെ ശിക്ഷയാക്കരുത്. ശിക്ഷയാക്കുമ്പോൾ എന്താ അറിയോ, ഇതിന്റെ വിപരീത ഫലം ചെയ്യും. വിപരീത ഫലം ചെയ്യണ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താ, ഇവരെന്നോട് മിണ്ടണില്ലേ, എന്നാ ഞാൻ ഇതിലും വലുതാകാൻ പോകണമെന്ന് പറയും. ഇപ്പൊ മുജാഹിദല്ല ഇപ്പൊ ഞാൻ ആയിട്ടുള്ളൂ, ഇനി ഞാൻ ഇതിലും വലുതാകാൻ പോകുന്നു എന്നൊരാൾ പറഞ്ഞാലോ, അപ്പൊ ഉള്ള വിധേയത്തിൽ നിന്ന് കുറച്ചും കൂടി വലിയ വിധേയത്തിലേക്ക് അയാളെ കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ അത് ചെയ്യാൻ പാടില്ല, അത് കുറ്റകരമായിട്ട് മാറും. നമ്മൾ സലാം പറയാതിരിക്കുന്നത് കൊണ്ടോ നമ്മൾ ബന്ധപ്പെടാതിരിക്കുന്നത് കൊണ്ടോ ഇപ്പം അയാളുള്ള വിധേയത്തിൽ നിന്നും അതിലും ഗൗരവപ്പെട്ട വിധേയത്തിലേക്കോ കുഫറിലേക്കോ തന്നെയോ പോകാനിടയുണ്ടെങ്കിൽ നമ്മുടെ ആ പെരുമാറ്റം കുറ്റകരമായിട്ടും വരും. അപ്പം ശിക്ഷണ നടപടികൾ ശ്രദ്ധിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഉപകാരപ്പെടുന്ന സമയത്ത്, ഉപകാരപ്പെടുന്ന കാലത്ത്, ഉപകാരപ്പെടുന്നവരും